ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് നിഷാസ് ഹോം കുക്കിംഗ്. അപ്പോൾ ഇന്ന് നമുക്ക് സൂപ്പർ ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു റെസിപ്പി നോക്കാം. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അത് ഇതുപോലെ തന്നെ ഇതിനകത്ത് ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. നല്ല സോഫ്റ്റ് ആൻഡ് പഞ്ഞി പോലെയാണ് ഇതിരിക്കുന്നത്. അതിലിട്ട് അരിഞ്ഞു പോകുന്നൊക്കെ പറയത്തില്ല, അത്രമാത്രം സോഫ്റ്റാണ്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതും ഇത്ര കറക്റ്റായിട്ടോ ടെക്സ്ചർ കിട്ടണമെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്. ഇതൊന്നെങ്കിൽ സോന മസൂരി അല്ലെങ്കിൽ കോളം റൈസ് നമുക്ക് എടുക്കാം. അതുപോലെ തന്നെ ഇതിനകത്തോട്ട് നമുക്ക് 1 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അരിയും ഉലുവയും കൂടി നല്ലപോലെ കഴുകിയിട്ടൊന്ന് സോക്ക് ചെയ്യാൻ വെക്കണം. മിനിമം ഒരു 4 മണിക്കൂർ വേണം സോക്ക് ചെയ്യാനായിട്ട്. പിന്നെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് അവലാണ്. ഞാൻ 1/2 കപ്പ് അവൽ കഴുകി കുതിർത്താൻ വെക്കുവാണ്. അപ്പോൾ അതും കൂടി കുതിർന്ന് വന്നതിന് ശേഷം നമുക്ക് എല്ലാം കൂടി ഒന്നിച്ച് അരയ്ക്കാനായിട്ടാണ്. ഇപ്പോൾ നമ്മുടെ അരിയും ഉലുവയും നല്ല പോലെ കുതിർന്ന് വന്നിട്ടുണ്ട് കണ്ടോ. ഈ രീതിയിൽ നല്ല പോലെ കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒത്തിരി വെള്ളം ചേർക്കാൻ പാടില്ല. നമുക്ക് എത്രത്തോളം ഒരു ലൂസ് ആകാതെ വേണം ഇതിനകത്ത് കിട്ടാനായിട്ട്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം മാത്രം ചേർത്ത് കൊടുത്തിട്ട് നല്ല സ്മൂത്തായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യണം, ഒട്ടും നേരം തരി ഉണ്ടാകാൻ പാടില്ല കേട്ടോ. നല്ലപോലെ സ്മൂത്തായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. തേങ്ങ നമുക്ക് ചേർക്കണം ഇതിനകത്ത്. അപ്പോൾ ഞാൻ 1/2 കപ്പ് ഒന്നെങ്കിൽ ചിരകിയ തേങ്ങ എടുക്കാം, അല്ലെങ്കിൽ തോൽ തേങ്ങ കൊത്തെടുക്കാം. അപ്പോൾ ഇനി അതിനകത്ത് വേണ്ടതെന്ന് പറഞ്ഞാൽ ബ്ലാക്ക് സൈഡ് ഉണ്ടല്ലോ തേങ്ങയുടെ, അത് ഉണ്ടാകാതിരിക്കണം. നല്ലത് നമുക്ക് അപ്പത്തിന് നല്ല കളറൊക്കെ കിട്ടണമല്ലോ. അപ്പമൊന്നോ ദോശയോ എന്ന് പറയാം, അത് എന്ത് വേണമെങ്കിലും നമ്മുടെ ഇഷ്ടം പോലെ. കാരണം ഇതിന് കോക്കനട്ട് ദോശയെന്നും പറയാറുണ്ട്, പക്ഷേ എനിക്കത് ദോശയെക്കാളും കൂടുതൽ അപ്പമായിട്ടാണ് തോന്നുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത്. അപ്പോൾ അത് തേങ്ങയും നമ്മുടെ അവലും കൂടി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരിയിലോട്ട് ഈ തേങ്ങയും അവലിൻ്റെയും കൂടി മിക്സും കൂടി ചേർക്കാം. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് മിക്സി കഴുകിയ വെള്ളം കൂടി വേണേൽ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ കണ്ടത് ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ എനിക്കത് തോന്നി, ഇതിൽ കൂടുതൽ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അത് നമ്മൾ കറക്റ്റായിട്ട് ഉദ്ദേശിക്കുന്ന രീതി കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ മിക്സി കഴുകിയ വെള്ളം ചേർത്ത് കൊടുത്തില്ല. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിനി ഫെർമെൻ്റ് ആകാനായിട്ട് എടുത്ത് വെക്കാം. ഇപ്പം ഞാനിപ്പോൾ രാത്രിയിലാണ് അരച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് രാവിലെ ഉണ്ടാക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ രാത്രി മുഴുവൻ ഇത് ഫെർമെൻ്റ് ആകാനായിട്ട് എടുത്ത് വെക്കുന്നത്. ഏകദേശം ഒരു 8-10 മണിക്കൂറുണ്ട്. ഇപ്പോൾ രാവിലെ ആയപ്പോഴത്തേക്കും തുറന്ന് നോക്കിയപ്പോൾ കണ്ടു ഈ രീതിയിൽ നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതിനകത്ത് ഈസ്റ്റോ ബേക്കിംഗ് സോഡ ഒന്നും ആവശ്യമില്ല. ഉള്ളി അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ അരയ്ക്കുമ്പോൾ മാവ് ഒട്ടും നീണ്ടു പോകാതെ വേണം അരയ്ക്കാനായിട്ട്. നീണ്ടു പോയി കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് കിട്ടത്തില്ല. നല്ല രീതിയിൽ പൊങ്ങി വരും. അതുപോലെ ഒത്തിരി പുളിച്ചൊന്നും പോകത്തില്ല. നല്ല രുചികരമായിട്ടാണ് നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ മാവ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ട് ഇത് ചുട്ട് നോക്കാം. അപ്പോൾ ഈ രീതിയിൽ മാവ് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല എങ്കിൽ നമുക്ക് കുറച്ച് നേരവും കൂടി വേണമെങ്കിൽ ഫെർമെൻ്റ് ആകാൻ വെക്കുക മതി. ഇപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് രാവിലെ തന്നെ അത് റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇപ്പോൾ ഞാനൊരു നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിരിക്കുന്നത്. നല്ലപോലെ ചൂടായി വരുമ്പോൾ 1-1.5 തവി മാവ് അതിനകത്തോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ തന്നെ അതിനകത്ത് കണ്ട ബബിൾസ് ഇതുപോലെ വന്നിട്ട് പൊട്ടാൻ തുടങ്ങും. അത് നല്ലതാണ്. അപ്പോൾ ചൂട് കറക്റ്റായിരിക്കണം, അങ്ങനെയാണ് കറക്റ്റായിട്ട് കിട്ടുന്നത്. വേണമെങ്കിൽ ഒരു 2 സെക്കൻഡ് വേണം നമുക്കൊന്ന് അടച്ചു വെക്കുകയും ചെയ്യാം. അപ്പോഴത്തേക്കും കറക്റ്റായിട്ട് കിട്ടും. കാരണം മറിച്ചിടുന്നൊന്നുമില്ല കേട്ടോ. ഈ രീതിയിൽ തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. മുകളിലൊക്കെ നല്ലപോലെ വെന്ത് വരികയും ചെയ്യുവേ. അതിന് തിരിച്ചിടേണ്ട ആവശ്യമൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഈ രീതിയിൽ കണ്ടോ നല്ല സോഫ്റ്റായിട്ടുള്ള നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത്ര കാണാനും നല്ല കളറുണ്ടല്ലോ, അതൊരു ഭംഗിയാണ്. നമുക്ക് കാണുമ്പോൾ കാണാനും നമ്മുടെ കണ്ണിനും നല്ല ഭംഗിയുണ്ട് കാണുന്നത് തന്നെ. അതുപോലെ കഴിക്കാനാണേലും നല്ല സോഫ്റ്റായിട്ടാണ്. ഒത്തിരി ഇങ്ങനെ പുളിച്ചൊന്നും പോയിട്ടൊന്നുമില്ല. ചിലർക്കൊക്കെ ഈ ഈസ്റ്റോ അങ്ങനെ ബേക്കിംഗ് സോഡയൊക്കെ വയറിനൊക്കെ ചിലൊരു പ്രോബ്ലം വരും, അതൊന്നും ഉണ്ടാകത്തില്ല. നല്ല സൂപ്പറാണിത്. ഇതിനകത്ത് എന്ത് വേണമെങ്കിലും നമുക്ക് കോമ്പിനേഷൻ എടുക്കാം കേട്ടോ. ഇപ്പം ഇതിനകത്ത് നോൺ വെജ് വേണമെങ്കിൽ അല്ലെങ്കിൽ സാധാരണ ചമ്മന്തിയോ സാമ്പാറോ അങ്ങനെ വേണ്ടി എടുക്കാം. അപ്പോൾ ഞാനൊരു എഗ് റോസ്റ്റും ഒരു തേങ്ങാ ചട്നിയുമാണ് എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഈ വീഡിയോ ട്രൈ ചെയ്ത് നോക്കുക. ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.